നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. വയനാടും ചേലക്കരയും നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. വികസനവും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളും സജീവ ചർച്ചയായ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പാലക്കാട്ട് പ്രചാരണം അതിൻ്റെ ആവേശകരമായ അവസാന വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത്തരം ഒരു ഘട്ടത്തിൽ ഏറ്റവും സജീവമായി ചർച്ച ചെയ്ത വിഷയങ്ങളിലൊന്ന് ഇന്നടക്കം ഉയർന്നു വന്നത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ അത് പാലക്കാട്ട് നിന്ന് ആരംഭിച്ചു എങ്കിൽ ചേലക്കരയിലും ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഗൗരവമുള്ള വാർത്തകൾ വന്നു. നാളെ ചേലക്കരയും വയനാടും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ, വയനാട്ടിൽ പ്രചാരണം ആവേശകരമായി മുന്നോട്ട് പോകുമ്പോൾ ഉയർന്നു വന്ന രാഷ്ട്രീയ വിഷയങ്ങളും പൊതുരാഷ്ട്രീയവും കള്ളപ്പണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഇടചേർന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വന്ന ഏറ്റവും പുതിയ സാഹചര്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മുടെ ഇന്നത്തെ ചർച്ചയ്ക്ക് വിധേയമാകാൻ പോവുകയാണ്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് SK സജീഷ്, CPIM, അഡ്വക്കേറ്റ് അനിൽ ബോസ്, കോൺഗ്രസ്, ഷാജി രാഘവൻ, BJP, ആദ്യം അഡ്വക്കേറ്റ് അനിൽ ബോസിലേക്ക്, കോൺഗ്രസ് പ്രതിനിധിയിലേക്ക് പോകാം. മറ്റുള്ളവരും ഈ ചർച്ചയിലേക്ക് എത്തുകയാണ്. അനിൽ ബോസ്, ഇന്നിപ്പോൾ പാലക്കാട്ടെ സാഹചര്യത്തിലേക്ക് വന്നാൽ നാളെ ചേലക്കരയും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചേലക്കരയും അതുപോലെ തന്നെ വയനാടും പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നു. പാലക്കാട്ട് ഇന്ന് BJP സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനത്തിൽ ഉയർന്നു വന്ന ചോദ്യങ്ങൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് 4 കോടി ധർമ്മരാജനിൽ നിന്നും കള്ളപ്പണം, കുഴൽപ്പണം ഷാഫി പറമ്പിൽ കൈപ്പറ്റിയെന്ന ഗുരുതര ആരോപണം BJP അധ്യക്ഷൻ നടത്തിയിട്ടും അതേക്കുറിച്ച് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കാതെ, അതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്ത ഷാഫി പറമ്പിലിനെ കുറിച്ച് BJP സ്ഥാനാർത്ഥി പറഞ്ഞത്, ആർജവമുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകൂ എന്നാണ് ഷാഫി പറമ്പിലിനെ വെല്ലുവിളിച്ചത്. ഈ കള്ളപ്പണം എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ചർച്ചയാകുന്നതിൻ്റെ ഒരു പൊതു സാഹചര്യം അനിൽ ബോസ് കാണുന്നുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ ചേലക്കരയിലാണ് BDJS മണ്ഡലം ഭാരവാഹി കള്ളപ്പണവുമായി പിടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പൊതു അന്തരീക്ഷം ഈ തെരഞ്ഞെടുപ്പിലെ വലിയ ചർച്ചയാകുന്നുണ്ട്. അതിൽ കോൺഗ്രസ് ഈ പറഞ്ഞ വിധത്തിലൊക്കെ ആരോപണ വിധേയമായ ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് BJP സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ ഈ ചോദ്യം, ഷാഫി പറമ്പിൽ ആർജവമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന്. കേരളം ഭരിക്കുന്നത് CPM ആണ്. ഷാഫി പറമ്പിൽ നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ് അല്ല കേരളം ഭരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് BJP ഉന്നയിച്ചിട്ടുള്ള ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ഗവൺമെൻറ് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ച് കള്ളപ്പണം ഏറ്റുവാങ്ങിയ ഷാഫിക്കെതിരെ ഒരു കേസ് അങ്ങെടുക്കും. എല്ലാം നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾ കേസെടുക്കുക. അതാണ് എനിക്ക് അതിനുള്ള മറുപടി. അതിനപ്പുറം മറ്റൊരു മറുപടിയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 41 കോടി 40 ലക്ഷം രൂപ കടത്തിക്കൊണ്ടുവന്ന BJPയുടെ അതിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട K സുരേന്ദ്രനെ ഇപ്പോഴും സാക്ഷിയാക്കി വച്ചിരിക്കുന്ന ആളുകളാണ് കേരളം ഭരിക്കുന്നത്. മറന്നുപോകരുത്. കേരളത്തിലെ DGP കേരള ഹൈക്കോടതിയിൽ പുനരന്വേഷണത്തിന് റിപ്പോർട്ട് കൊടുത്ത് എഴുതി കൊടുത്തേച്ചിരിക്കുന്ന ഒരു സംസ്ഥാനത്താണ് കഴിഞ്ഞ 3 വർഷക്കാലമായി ആ കേസ് മുക്കിയ ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത് ശരത്തെ. അപ്പോൾ അതുകൊണ്ട് കുഴൽപ്പണവും കള്ളപ്പണവും ഒക്കെ നിങ്ങൾ ഇഷ്ടാനിഷ്ടം ഉപയോഗിച്ചോ, അതെങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ചോ. ആരോപണമായിട്ടോ അന്വേഷണമായിട്ടോ നടപടിയായിട്ടോ ഒത്തുതീർപ്പായിട്ടോ വീതം പറ്റിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചോ. പാലക്കാട്ടാണെങ്കിലും ചേലക്കരയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും ജനങ്ങൾ വിധി എഴുതുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾക്കും സമീപനങ്ങൾക്കും ഒപ്പം വൻ കൊള്ളകൾക്കും എതിരായിട്ട് തന്നെയായിരിക്കും വിധി എഴുതുന്നത്. ജനകീയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കാതിരിക്കാൻ 2 കൂട്ടരും ബോധപൂർവം ശ്രമിക്കുന്നുണ്ട്. അത് കേരളത്തിലെ പ്രത്യേകിച്ച് ഈ മണ്ഡലങ്ങളിലെ ആളുകളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആളുകൾക്കല്ലാതെ തന്നെ ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ കർഷകരുടെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പെൻഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട്, അതിരൂക്ഷമായ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള. സപ്ലൈകോയിൽ സാധനമില്ലാത്തതിനെ സംബന്ധിച്ച് ഒരുപാട് ബഹുമുഖ വിഷയങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ അധികാരം ഇരിക്കുന്നു. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും കോൺഗ്രസ് അല്ല ഭരിക്കുന്നത്.
ഒന്നോ രണ്ടോ വർഷമല്ല, 8 വർഷമായി ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്താണ്, ഇന്ത്യയിൽ 10 വർഷമായി പ്രതിപക്ഷത്താണ്. ഞങ്ങൾ തന്നെ ഇത് അന്വേഷിക്കുകയും കൂടി ചെയ്യണമെന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് രണ്ട് കൂട്ടരും കൂടി, അനിയൻ ബാവയും ചേട്ടൻ ബാവയും കൂടി ഇതങ്ങ് അന്വേഷിക്കും, അന്വേഷിച്ച് നടപടി അങ്ങോട്ട് സ്വീകരിക്കും. ഷാഫി പറമ്പിലോ രമ്യ ഹരിദാസോ ഇനി രാഹുൽ മാങ്കൂട്ടമോ ഇനി പ്രിയങ്ക ഗാന്ധിയോ ഏതെങ്കിലും കള്ളപ്പണമോ കുഴൽപ്പണമോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് കൂട്ടരും കൂടെ, ഇപ്പോൾ ചേട്ടനും അനിയനും അല്ലേ, രണ്ട് കൂട്ടരും കൂടെ അങ്ങ് കേസെടുത്തു. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയല്ലേ, രണ്ടുപേരും ഒറ്റക്കെട്ടല്ലേ. പണ്ടൊക്കെ CPM-ൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി പറഞ്ഞ വാക്കുകളെ വിശ്വസിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക, അല്ലെങ്കിൽ CPM-ൻ്റെ താത്വികാചാര്യന്മാർ പറയുന്ന, സാംസ്കാരിക പ്രവർത്തകർ പറയുന്നതൊക്കെ കേട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇപ്പോൾ കുഴൽപ്പണ കേസിൽ നിങ്ങൾ കേൾക്കുന്നത് കെ സുരേന്ദ്രനെയാണ്. കാരണം 41 കോടി കട്ട് അതിൽ പ്രതിയാകേണ്ട ഒരാളെ പ്രതിയാക്കാതെ മാറ്റി നിർത്തിയിട്ട് ഇപ്പോൾ അയാൾ പറയുന്നത് വേദവാക്ക് എടുത്ത് രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കാൻ പോകുന്ന നിങ്ങളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല സഹോദര, ഒരു കാര്യവും പറയാനില്ല. എനിക്ക് ഈ കാര്യങ്ങളിലൊന്നും ഒരു തർക്കവും ഇല്ല. വളരെ കൃത്യമായി 100% ബോധ്യത്തോടെ വരുമ്പോൾ നിങ്ങൾ അത് ആ നിലയിൽ നിങ്ങൾ ഉന്നയിച്ച രാഷ്ട്രീയ വിമർശനത്തിന് മറുപടി പറയട്ടെ. ഞാൻ ചോദിച്ചത് ഇന്ന് BJP തുടർച്ചയായി പറഞ്ഞത് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അതും സർക്കാരല്ല ചെയ്യേണ്ടത്. ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒറ്റ സെക്കൻഡ് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ശരത്തെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ചേലക്കരയിലും പാലക്കാടും വയനാട്ടിലും നല്ല ഭൂരിപക്ഷത്തിൽ 100% ആത്മവിശ്വാസത്തോടെ ഉത്തരവാദിത്തത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ജയിച്ചിരിക്കും. ഇനി ചോദിച്ചു. അതേക്കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. അത് 23-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ നമ്മൾ ഏതായാലും ചർച്ച ചെയ്യുമ്പോൾ ആ സാഹചര്യം വെച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ BJP പ്രതിനിധി ശ്രീ ഷാജി രാഘവനിലേക്ക്, അതിനുശേഷം SK സജീഷിലേക്കും വരാം. ഇവിടെ ഞാൻ ഷാജി ഇപ്പോൾ അനിൽ ബോസിനോട് ചോദിച്ചത്, ഇന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഷാഫി പറമ്പിലിനെതിരെ 4 കോടിയുടെ കുഴൽപ്പണ ആരോപണം ഈ കൊടകരയുമായി ബന്ധപ്പെട്ട കാലത്ത് കൈമാറ്റം ചെയ്തു എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞറിയാമെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞതിനെക്കുറിച്ച് നാളിതുവരെ ഷാഫി പറമ്പിൽ ആ നിലയിൽ അതിന് പ്രതികരിച്ചിട്ടില്ല, നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല, വക്കീൽ നോട്ടീസ് അയച്ചിട്ടില്ല. സർക്കാർ വേണമെങ്കിൽ അന്വേഷിച്ചോട്ടെ എന്നാണ്. സർക്കാർ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുടെ പരിശോധനയെ മുന്നോട്ട് പോകുന്നു. അത് പോലീസിൽ അതിൻ്റെ ചുമതലയൊക്കെ കൊടുത്തിട്ടുണ്ട്, അതങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് കൃഷ്ണകുമാരൻ ചോദിച്ചത്, എന്തുകൊണ്ടാണ് ആർജവമുണ്ടെങ്കിൽ ഷാഫി പറമ്പിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ എന്ന് BJP ഭാഗത്തു നിന്ന് ഇപ്പോഴും പറയുന്നത്. ഷാഫി അതേക്കുറിച്ച് മൗനം പാലിക്കുന്നു. പക്ഷേ കൊടകര ഉയർത്തുന്ന ഈ കുഴൽപ്പണം എന്ന വിഷയം പാലക്കാട്ട് അതുവഴി ചേലക്കരയിൽ ഒക്കെ നിങ്ങളെ വല്ലാതെ ബാധിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിൽ, ഇടപെടുന്നതിൽ, അഭിപ്രായം പറയുന്നതിലൊക്കെ നിങ്ങളെ വല്ലാതെ പിന്നോട്ടടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചേലക്കരയിൽ BDJS, നിങ്ങളുടെ ഘടകകക്ഷിയാണ്, BDJS-ന്റെ മണ്ഡലം ഭാരവാഹിയിൽ നിന്നാണ് കള്ളപ്പണം പിടിച്ചത്. ഷാജി രാഘവൻ. ഇല്ല, ഇവിടെ കള്ളപ്പണം ഇന്ന് പിടിച്ചതും വാർത്തകൾ വന്നതൊക്കെ നമ്മൾ കണ്ടു. ഈ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഇന്ന് പ്രത്യേകിച്ച് ചേലക്കര, അവിടുന്ന് ആലത്തൂരിൽ നിന്ന് പിടിച്ച കള്ളപ്പണം അത് CPM-ൻ്റെ ആൾക്കാരാണെന്നും കോൺഗ്രസിൻ്റെ ആണെന്നുള്ള തർക്കം നടക്കുകയാണെന്നും അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും. തർക്കമില്ല, അതിൽ തർക്കമില്ല. BDJS-ന്റെ മണ്ഡലം ഭാരവാഹിയാണ്. ഷാഫി പറമ്പിലിനെതിരെ അല്ല, അക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ. ഞാനതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. ഞാൻ കുറച്ച് പരിപാടികൾ ഞാൻ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പം ഞാനതൊന്ന് ക്ലിയർ ചെയ്യാണ്. ഇന്ന് അതുമായി ബന്ധപ്പെട്ട വലിയ വാർത്തകൾ വന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ബോധ്യം പരിശോധനയല്ല പിടിച്ചതിന്റെ സോഴ്സ് വെളിപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം BDJS-ന്റെ, നിങ്ങളുടെ ഘടകകക്ഷിയുടെ മണ്ഡലം ഭാരവാഹിയാണ്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചത്. ഷാജി പൂർത്തിയായിക്കോളൂ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനെപ്പറ്റിയുള്ള എൻ്റെ ബോധ്യം ഞാൻ അവസാനം അറിയുന്നത് തന്നെ തർക്കം നിലനിന്നിരുന്നു. അത് CPM-ൻ്റെ ആൾക്കാരാണെന്ന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആൾക്കാരാണെന്നുള്ള തർക്കമാണ്. ഇനിയിപ്പോൾ അതല്ല, താങ്കൾ സൂചിപ്പിച്ചതുപോലെ BDJS-ൻ്റെ ഏതെങ്കിലും ഭാരവാഹിയാണോ, അതിൻ്റെ സിമ്പതൈസേഴ്സ് വല്ലവരും ആണോ, ഇനി അതല്ല വേറെ ആൾക്കാരാണ്, എന്തു ആവട്ടെ. എന്തായാലും കള്ളപ്പണം വരുന്നതിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അത് പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ബാക്കി തുടരന്വേഷണം നടക്കുമല്ലോ, കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ ഇതിനകം പുറത്ത് വന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ഇവിടെ ബഹുമാന്യനായ ശ്രീ അനിൽ ബോസ്, അദ്ദേഹം വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതുണ്ട്. 23-ാം തീയതി വരെ എല്ലാവർക്കും സ്വപ്നം കാണാനുള്ള അവകാശവും അവസരമൊക്കെ ഉണ്ട്.
ഒരു കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് നാളെ നടക്കാൻ പോകുന്ന വയനാട്ടിലെയും അതേപോലെ തന്നെ ചേലക്കരയിലും അതിനുശേഷം 20-ാം തീയതി നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ്. അതിനൊരു കാരണമുണ്ട്. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കണ്ട ഒരു പ്രത്യേകത, ഞങ്ങൾ എന്ത് നെറേറ്റീവാണോ, ഞങ്ങൾ എന്ത് രാഷ്ട്രീയമാണോ കേരളത്തിന് മുമ്പിൽ പറഞ്ഞത്, അതിന് വലിയ തോതിൽ അംഗീകാരം കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ രംഗത്ത് BJPയുടെ നെറേറ്റീവിനും BJPയുടെ രാഷ്ട്രീയത്തിനും സ്വീകാര്യത കിട്ടി. ഈ നമ്മുടെ മെയിൻ സ്ട്രീമിലെ പൊളിറ്റിക്സിൻ്റെ മെയിൻ സ്ട്രീമിൽ BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും കടന്നു വന്നത് നമ്മൾ കണ്ടു. ഈ ആവേശം ഞങ്ങൾക്കുണ്ട്, ഞങ്ങളുടെ അണികൾക്കുണ്ട്. ഇന്നിപ്പോൾ ചേലക്കര എന്ന് പറയുന്നത് തൃശ്ശൂരിൻ്റെ ഭാഗമാണ്. അല്ല, 19-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഇതേ ആവേശമുണ്ടായിരുന്നു. അതേ ആവേശത്തിനനുസരിച്ച് 2020-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ നിങ്ങൾക്ക് ആ നിലയിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള രാഷ്ട്രീയത്തിനകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നില, ഇന്നും നിയമസഭയിൽ നിങ്ങളുടെ അക്കൗണ്ട് 0-ആണ്, 0-ആണ്. ഉണ്ടായിരുന്നത് കൂടി പൂട്ടിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സ്കോർ, നിങ്ങൾക്ക് കിട്ടുന്ന റേറ്റിംഗ് വളരെ പിന്നിലാണ് ഷാജി. അല്ലല്ല, CPMൻ്റെ ദേശീയ നേതൃത്വം, CPMൻ്റെ സെൻട്രൽ കമ്മിറ്റി അവർ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിശകലനം നടത്തിയല്ലോ. എന്തായിരുന്നു? 20% വോട്ട് പിടിച്ചിരിക്കുന്നു BJPയും. സംഘപരിവാർ BJP സംവിധാനം കേരളത്തിൽ വലിയ വളർച്ച നേടിയിരിക്കുന്നു. ഇതല്ലേ CPMൻ്റെ വില? ഇങ്ങനൊരു വിലയിരുത്തൽ ഇതിനു മുമ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ CPM നടത്തിയിട്ടുണ്ടോ? നടത്തിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, പഴയ കാലങ്ങൾ അവിടെ നിൽക്കട്ടെ. കഴിഞ്ഞ മെയ്യിൽ നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിൻ്റെയും CPM രണ്ട് മുന്നണികളുടെയും വോട്ട് ചോർച്ച വലിയ തോതിൽ സംഭവിച്ചപ്പോൾ ഇവിടെ കേരളത്തിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച ഏക പാർട്ടിയും ഏക മുന്നണിയും BJPയും ദേശീയ ജനാധിപത്യ സഖ്യവുമാണ്. ശരി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചേലക്കര തൃശ്ശൂരിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. യെസ്, നിങ്ങളുടെ ആത്മവിശ്വാസം ഈ രൂപത്തിലാണ്. പ്രാഥമികമായി നമ്മുടെ മുമ്പിൽ ആ അഭിപ്രായങ്ങൾ വന്നു കഴിഞ്ഞല്ലോ. ഞാൻ SK സജീഷിലേക്ക് കൂടി പോകാം. സജീഷ്, ഈ ചർച്ചയിൽ അഡ്വക്കേറ്റ് അനിൽ ബോസ് പങ്കെടുക്കുന്നുണ്ട്, കോൺഗ്രസ് പ്രതിനിധി. അതുപോലെ തന്നെ അപ്പുറത്ത് ഷാജി രാഘവൻ BJP പ്രതിനിധി. താങ്കൾ വൈകി വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം, മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. BJP പ്രതിനിധി ഏറ്റവും അവസാനം ഇപ്പോൾ പറഞ്ഞു വന്നത് താങ്കൾ കേട്ടിട്ടുണ്ട്. അവരുടെ ആത്മവിശ്വാസം അതിന് ആധാരമായിട്ടെടുക്കുന്നത് 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വളർച്ച, അതൊരു ഭാഗം. മറുഭാഗത്ത് ഞാൻ അനിൽ ബോസുമായി സംസാരിച്ചു തുടങ്ങിയപ്പോൾ ചോദിച്ചൊരു കാര്യം, ഷാഫി പറമ്പിലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയിട്ടും നാളിതുവരെ ഷാഫി പറമ്പിൽ വ്യക്തിപരമായി അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തത് എന്ത്? ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാത്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ്? അത് BJP സ്ഥാനാർത്ഥി എന്ന് ഇവിടെ ചോദിച്ചു, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, സർക്കാർ ഭരിക്കുന്നത് CPIM അല്ലേ, പിണറായി അല്ലേ, അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കട്ടെ, പരിശോധിച്ചോട്ടെ, നിങ്ങൾ ചേട്ടൻ ബാവ അനിയൻ ബാവയല്ലേ എന്ന രീതിയിലേക്ക് പറഞ്ഞു. കള്ളപ്പണം ഇന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ വിഷയമായി എല്ലാവരുടെയും മുമ്പിലേക്ക് വന്നു. ചേലക്കരയിൽ ഒരു BDJSൻ്റെ മണ്ഡലം ഭാരവാഹിയുടെ പക്കൽ നിന്നും പണം പിടിച്ച സാഹചര്യമുണ്ട്. ഇതിൽ പാലക്കാട്ട് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദുരൂഹത നിറഞ്ഞ ഒരു കള്ളപ്പണവുമായി ബന്ധപ്പെട്ട വാർത്തകളും അതിൻ്റെ തുടർ ചർച്ചകളും CCTV ദൃശ്യങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ വിഷയങ്ങൾ പാലക്കാട്ടാവട്ടെ ചേലക്കരയിലാവട്ടെ, കള്ളപ്പണം അതെത്തിക്കുന്നത്, അതിൻ്റെ ഒരു സംവിധാനം, അതിൽ ഈ രണ്ടു പാർട്ടികളും ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസ്ഡ് ആണോ, ചർച്ചാ വിഷയമാണോ തെരഞ്ഞെടുപ്പിൽ? ശ്രീ ശരത്ത്, ഒരു കാര്യം, ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും ഞാൻ കേട്ടില്ല. എങ്കിലും ശ്രീ അനിൽ ബോസ് പറഞ്ഞത് താങ്കൾ സൂചിപ്പിച്ച പോലെ ചേട്ടൻ ബാവ അനിയൻ ബാവ എന്നുള്ള രീതിയിൽ ആണ് എന്നാണ്. പക്ഷെ ഒരു കാര്യം ശ്രീ അനിൽ ബോസ്, അങ്ങനെയല്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം കോൺഗ്രസിനകത്ത് നിന്ന് ഉയർന്നു വന്ന വിഷയങ്ങൾ അതല്ലല്ലോ. കോൺഗ്രസിനകത്ത് ചേട്ടൻ ബാവ അനിയൻ ബാവ കളിക്കുന്ന, BJPയുമായി കളിക്കുന്ന ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും VD സതീശനും നേതൃത്വം നൽകുന്ന ഒരു ടീം നിങ്ങളുടെ കോൺഗ്രസിനെ ആകെ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നതായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയം തൊട്ടുള്ള പ്രശ്നം. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നിരവധിയായ കോൺഗ്രസ് നേതാക്കന്മാർ പാലക്കാട് നിന്ന് രാജിവെക്കുകയും പല കാര്യങ്ങളും പുറത്തേക്ക് പറയുകയും ചെയ്തത് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അവിടെയൊന്നും നിങ്ങൾക്കൊരു മറുപടിയും പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇവിടെ ഈ ചേട്ടൻ ബാബയും അനിയൻ ബാബയും കളിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് 41 കോടി രൂപ ഇവിടെ BJP കൊണ്ടുവന്നു കള്ളപ്പണം. ആ കള്ളപ്പണത്തിൽ 4 കോടി രൂപ ധർമ്മരാജൻ ഷാഫി പറമ്പിലിന് കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ സാധാരണഗതിയിൽ പത്രസമ്മേളനത്തിൻ്റെ ഘോഷയാത്ര നടത്തുന്ന ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഷാഫി പറമ്പിൽ പത്രസമ്മേളനങ്ങൾ
മാധ്യമങ്ങളോടടക്കം പറഞ്ഞിട്ട് 3-4 പ്രാവശ്യം മാറ്റിവെക്കുകയായിരുന്നു എന്നത് നമുക്കറിയാമല്ലോ. നിങ്ങളൊരു മറുപടിയും പറയുന്നില്ല, ഒരു നേതാക്കന്മാരും ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ കള്ളപ്പണം ഉൾപ്പെടെ നിങ്ങൾ പെട്ടിയിലാക്കി വിതരണം ചെയ്യുന്നതും കൊണ്ടുപോകുന്നതും എല്ലാം ദൃശ്യങ്ങളിലൂടെ പുറത്തു വന്നു. അതിൻ്റെ ഭാഗമായി CCTV ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിനനുസരിച്ച് നിലപാട് മാറ്റി പറഞ്ഞ് തൽക്കാലം കളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കളയാം എന്നുള്ള രീതിയിലല്ലേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ പ്രതികരിക്കുന്നത്? ഇവിടെ ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കൃത്യമായി പറഞ്ഞല്ലോ, ഇവിടെ LDFും UDFും തമ്മിലാണ് മത്സരം. അതായത് മത്സര രംഗത്ത് ശക്തമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നു, BJPക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് UDF സ്ഥാനാർത്ഥിയുടെ പേര് പറയുന്നില്ല, പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ മിടുക്കനാണ് എന്നതുകൂടി ചേർത്ത് വെക്കുന്നു. അപ്പോൾ കോൺഗ്രസിനകത്ത് ഏത് രീതിയിലാണ് നിലപാടുള്ളത് എന്നെല്ലാം ഇത് കൂട്ടിയും ചേർത്തും വായിച്ചാൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. പിന്നെ BJPയുമായി നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് കേരളത്തിൽ പച്ചയായി എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രമാണല്ലോ ഈ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ദേശീയ നേതാവായിട്ടുള്ള KC വേണുഗോപാൽ ആലപ്പുഴ മത്സരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു, അവിടെ രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് MP സ്ഥാനം BJPക്കാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്, അവിടെ അവർ അധികാരത്തിൽ വന്നിരിക്കുന്നു. എന്നാൽ ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ല, ഞങ്ങൾക്ക് എന്ത് ബാന്ധവവും നടത്താമെന്നുള്ള രീതിയിൽ അത് മറച്ചു വെച്ച് ഇവിടെ വന്ന് മത്സരിച്ചതിന് ശേഷം ലോക്സഭ തെരഞ്ഞെടുത്ത് രാജ്യസഭ ഉപേക്ഷിച്ചപ്പോൾ KC വേണുഗോപാൽ ഇന്ന് പാർലമെൻറ്റിൽ MP ആണെങ്കിൽ KC വേണുഗോപാൽ കയ്യിൽ കൊടുത്ത സീറ്റിൽ നിന്ന് ആ രാജ്യസഭ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട BJP നേതാവ് ഇന്ന് മന്ത്രിയാണ്. അതായത് BJPക്ക് ഒരു മന്ത്രിയെ സമ്മാനിച്ച ആളാണ് നിങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പിന്നെ ഞാൻ എണ്ണി കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നില്ല. സർവകലാശാലകളിലെ VC നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ BJP ഗവർണർ വെച്ചിരിക്കുന്നതെല്ലാം കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയല്ലേ, ഏതെങ്കിലും മറ്റാളുകളുടെയാണോ വെച്ചിരിക്കുന്നത്? എല്ലാ കാര്യത്തിലും അത് കാണാൻ വേണ്ടി കഴിയും. മാത്രമല്ല, ചാണ്ടി ഉമ്മൻ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനാണെന്ന് നമ്മളാർക്കും അറിയില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പോലും അങ്ങനെ ഒരു ബോർഡ് കണ്ടതായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഈ കോൺഗ്രസ് പ്രതിനിധിക്ക് അറിയാമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് BJPക്ക് അറിയാമായിരുന്നു. അങ്ങനെയാണല്ലോ BJPയുടെ ദേശീയ അഭിഭാഷക പാനലിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയായി പോകുന്നത്. എന്നാൽ സാമാന്യ മര്യാദയുടെ പേരിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി പറ്റണ്ടേ? അത് പറ്റുന്നില്ലല്ലോ. അത് അർഹതയ്ക്കുള്ള അംഗീകാരമാണ്. കോൺഗ്രസിൻ്റെ അർഹത BJPയായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അംഗീകാരമാണ് നിങ്ങൾ പലപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതിൻ്റെ ഭാഗമായി ഇവിടെ കള്ളപ്പണം മുതൽ അതിനുശേഷം മദ്യം, ഏതെല്ലാം രീതിയിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാം എന്നതിൽ തുടങ്ങി ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്താണ്? വോട്ട് ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യാജമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിലൊന്നും സംശയമില്ല. വ്യാജ ഇലക്ഷൻ ID കാർഡ് നിർമ്മിച്ച് സ്വന്തം സംഘടന പിടിക്കാൻ വേണ്ടി ശ്രമിച്ചയാളാണ് മത്സരിക്കുന്നതെന്നുകൊണ്ടാണ് പ്രശ്നം. എന്ത് നെറുകേടും കാണിച്ച് സംഘടന പിടിക്കുന്ന ആളുകൾ ജനങ്ങളുടെ മുന്നിൽ എന്തെല്ലാം കാട്ടും, അത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാണുകയാണ്. ഇതിനെ ശ്രീ അനിൽ ബോസിനെ പോലെയുള്ള ഒരാൾക്ക് ന്യായീകരിക്കാൻ വേണ്ടി കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവർ കാട്ടിക്കൂട്ടുന്നത് കോൺഗ്രസിലെ ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത പല കാര്യങ്ങളുമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും. ശരി, ഇവിടെ അനിൽ ബോസ് 1-2 കാര്യങ്ങളുണ്ട്. കോൺഗ്രസിനകത്ത് പോലും ഒരു പൂർണ്ണ ഐക്യം പാലക്കാട്ട് പ്രകടമല്ല. കെ മുരളീധരൻ പലതവണയായി പറഞ്ഞതിനെ ഇവിടെ വളരെ സ്പഷ്ടമായി ഉദാഹരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പോൾ BJP ജയിക്കാൻ പോകുന്നു എന്ന മുൻകാലത്തെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം വീണ്ടും പയറ്റാൻ ഷാഫി പാലക്കാട്ട് തുനിയുമ്പോൾ, അല്ലെങ്കിൽ ആ നിലയിൽ BJPയും കോൺഗ്രസും തമ്മിലാണ്, അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരമെന്ന് VD സതീശനും ഷാഫി പറമ്പിലും പറയുന്നു. രമേശ് ചെന്നിത്തലയ്ക്കും കെ മുരളീധരനും അത് LDF UDF മത്സരം, അല്ലെങ്കിൽ UDF LDF മത്സരം എന്ന നിലയിലാണ്. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരുമ്പോൾ ഇടതുപക്ഷം പറഞ്ഞത് ശരിയല്ലേ? പാലക്കാട്ട് അത്തരം ഒരു സാഹചര്യത്തിൽ അവിടുത്തെ സിറ്റിംഗ് MLA കൊണ്ട് വടകരയിൽ മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയമായി ഉചിതമല്ല. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആത്മവിശ്വാസത്തോടെ BJPക്ക് വീണ്ടും തങ്ങൾ ആ നിലയിൽ മത്സരിക്കാനുള്ളൊരു അവസരം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് വീണ്ടും സമ്മതിക്കുകയാണെങ്കിൽ ആ നിലയിൽ ഷാഫി പോയി മത്സരിച്ചത് അടക്കം തെറ്റായിരുന്നു, ഇവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു എന്നത് ശരിവെക്കലല്ലേ? 2 കെ മുരളീധരൻ അടക്കമുള്ളവർ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, സരിൻ മിടുക്കനാണ് എന്ന് അദ്ദേഹം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അവിടെ രാഹുൽ അതേപോലെ തന്നെ മിടുക്കനാണെന്ന് പറയാതിരിക്കാനും മുരളീധരൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ വയനാട്ടിലേക്ക് പോകാം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയെ പോലൊരു നേതാവ്
നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ കോൺഗ്രസ് നാണം കെടുന്ന വിധത്തിൽ വോട്ടിന് ഭക്ഷ്യക്കിറ്റ് കൊടുക്കുന്ന ആക്ഷേപം നേരിടേണ്ടി വരുന്നില്ലേ? അത് പിടിക്കപ്പെടുന്നില്ലേ? ഏറ്റവും ഒടുവിൽ ഇന്ന് വന്ന ഗൗരവമുള്ള പരാതി, പള്ളിയിൽ എന്താണ് മതബിംബങ്ങളെ എല്ലാം ദുരുപയോഗിച്ചുകൊണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നതിൻ്റെ വീഡിയോ അടക്കം ഇന്ന് വന്നിരിക്കുന്നു. അതടക്കം കാണിച്ചുകൊണ്ട് പരാതി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോകും. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലെ കള്ളപ്പണത്തിൻ്റെ ആക്ഷേപം, കള്ളവോട്ടിൻ്റെ ആക്ഷേപം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ സമീപകാലത്തില്ലാത്ത വിധം കോൺഗ്രസ് ഈ രൂപത്തിലേക്ക് കൂടുതൽ പോകുന്നു എന്ന് തെളിവുകൾ സഹിതം വിവരങ്ങൾ സഹിതം പറയുന്ന ഒരു അന്തരീക്ഷം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നുണ്ട്. ഈ CPM-ൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത, അവർ തീരുമാനിച്ച, അവർ സംസ്ഥാന നേതൃത്വത്തോട് പറഞ്ഞ സ്ഥാനാർത്ഥിയുടെ പേര് ബിനുമോൾ എന്നാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നൽകിയ ഇമ്പിച്ചി ബാവയുടെ മകൻ്റെ ഭാര്യയാണ് ബിനുമോൾ. നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അത് ചെറിയൊരു സ്ഥാനമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണ്. കോൺഗ്രസ് നേതാക്കന്മാരുടെ നടക്കുമ്പോൾ ആദ്യം പോയി CPM-ന്റെ ജില്ലാ സെക്രട്ടറി അപാകതയുണ്ട്. അല്ലല്ല, അത് വിചിത്രമായിക്കോട്ടെ. നിങ്ങൾക്ക് വിചിത്രമല്ലെന്നേ. അദ്ദേഹം അത് പറയുകയാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അല്ലല്ല അല്ലല്ല, അങ്ങനല്ല. ഞാൻ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ബാലിശമായ ഇല്ലില്ല, ഇത് ശരിയല്ല. ഒരു കാര്യവുമില്ല. ഞാൻ പറയട്ടെ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക കൊടുത്ത ആളുടെ പേര് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനുമോൾ എന്നാണ്. ആ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട് നടത്തിയിട്ടുള്ള തീരുമാനത്തിൻ്റെ പരിണത ഫലമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി. എന്തോ ചിഹ്നം പോലും ആർക്കും അറിയില്ല അങ്ങനൊരു സ്ഥാനാർത്ഥി. ഇനി അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ പാർട്ടിയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ? കൃഷ്ണദാസിൻ്റെ അഭിപ്രായമാണോ നിങ്ങളുടെ CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിക്ക്? ആണോ? കൃഷ്ണദാസിൻ്റെ അഭിപ്രായമാണോ CPM ജില്ലാ കമ്മിറ്റിക്ക്? സ്ഥാനാർത്ഥിയുടെ അഭിപ്രായമാണോ CPM ജില്ലാ കമ്മിറ്റിക്ക്? ഇവരുടെ 3 പേരുടെയും അഭിപ്രായമാണോ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക്? ആദ്യം നിങ്ങൾ പോയൊരു ധാരണയിലെത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വീണ്ടും അമിതമായ ആത്മവിശ്വാസത്തോടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് വെറുതെ കിടന്ന് ബഹളം വയ്ക്കാനല്ലാതെ ഷാഫി പറമ്പിലിൻ്റെയോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയോ ഐക്യ ജനാധിപത്യ മുന്നണി രോമത്തെ സ്പർശിക്കാൻ കഴിയില്ല പാലക്കാട്. ഒരു സംശയം വേണ്ട. ഞാൻ ആവർത്തിക്കുന്നു, 5 അക്കത്തിന് മുകളിലുള്ള മഹാഭൂരിപക്ഷത്തിൽ, 5 അക്കത്തിന്, ഞാനതാ വീണ്ടും ആവർത്തിക്കുന്നു, 5 അക്കത്തിന് മുകളിലുള്ള മഹാഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. 4 അക്കത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. 6 അക്കത്തിന് മുകളിലുള്ള ഭൂരിപക്ഷത്തിന് ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് പ്രിയങ്ക ഗാന്ധി. ചുമ്മാ ദിവാസ്വപ്നം കണ്ട് ഈ ചർച്ചകളിൽ വന്നിരുന്ന് ഇല്ലാത്ത പ്രൊപ്പഗണ്ടകൾ സൃഷ്ടിച്ച് തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നവരെ എന്തെങ്കിലും പറയണ്ടേ എന്നാണെങ്കിൽ സജീഷ് ആയിക്കോ, ഷാജി ആയിക്കോ, ശരത്തും ആയിക്കോ, എനിക്ക് യാതൊരു വിരോധവും ഇല്ല. ശരി, ഒരു ദിവാസ്വപ്നമല്ല. ശരത്തും ഞാനുമായി പല ചർച്ചകളിലും പങ്കെടുത്തിട്ടുണ്ടല്ലോ. ശരത്തും ഞാനുമായി പല ചർച്ചകളിലും ആ പങ്കെടുത്ത സന്ദർഭത്തിൽ ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ദിവാസ്വപ്നമില്ല. നിങ്ങൾ വെച്ചോ, 23-ാം തീയതി രാത്രി നിങ്ങൾ ഫിക്സ് ചെയ്തോ. 23-ാം തീയതി രാത്രി ആക്കണ്ട, രാവിലെ എണ്ണാൻ തുടങ്ങുമ്പോൾ ഫിക്സ് ചെയ്തോ. ഞാൻ പറയുന്നു, ചേലക്കരയിൽ 4 അക്കം, പാലക്കാട് 5 അക്കം, വയനാട്ടിൽ 6 അക്കം. അതിൽ നിന്നുള്ള മഹാഭൂരിപക്ഷത്തിൽ ഞങ്ങൾ കോൺഗ്രസിലെ പ്രശ്നങ്ങളെ നിങ്ങൾ അവതരിപ്പിക്കുമ്പോൾ CPM-ൽ അഭിപ്രായ ഐക്യമില്ല എന്നൊരു വാദം ഉന്നയിക്കാനാണ് അനിൽ ബോസ് ശ്രമിച്ചിട്ടുള്ളത്. അതേക്കുറിച്ചൊരു മറുപടി ഉണ്ടെങ്കിൽ. ശ്രീ ശരത്ത്, ഞാൻ ബഹുമാന്യായ ശ്രീ അനിൽ ബോസ് അങ്ങനെ തന്നെ പറയട്ടെ എന്ന് കരുതി. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള അതിരുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ബിനിമോളെ പ്രഖ്യാപിച്ച് നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്നൊക്കെ അങ്ങ് പ്രസ്താവന നടത്തുകയാണ്. പോരുന്നെങ്കിൽ പോരട്ടെ എന്നുള്ള രീതിയിൽ, ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ ജില്ലാ ഘടകം തീരുമാനിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ നാമനിർദ്ദേശ പത്രിക കൊടുത്തത്.
അപ്പോഴാണ് ഞാൻ ഇടപെട്ടത്. പ്രഖ്യാപിച്ചു എന്നാ പറഞ്ഞത്. ഞാൻ അതുകൊണ്ടാണ് ചിരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. താങ്കൾ എന്താണ് പറയുന്നത് താങ്കൾക്ക് തന്നെ അറിയില്ല എന്നതാണ് അല്ല, എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇടപെട്ട പോലെ നിങ്ങൾ ഇടപെട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതിൽ ഞാൻ തെറ്റ് പറഞ്ഞില്ലല്ലോ. ഞാൻ തെറ്റ് പറഞ്ഞില്ല. താങ്കൾ ഇടപെട്ടോളൂ, കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇടപെടാൻ കാരണം താങ്കൾ ഇത്രയും രസാവഹമായ രീതിയിലാണ് അവതരിപ്പിച്ചതെന്നുള്ളതുകൊണ്ടാണ്. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു, പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ CPIM എന്താണ്, CPIMന്റെ രീതി എന്താണ് എന്നൊക്കെ അറിയുന്ന ആളുകളൊക്കെ തന്നെയാണ് ഈ ചർച്ചയുടെ മുന്നിലിരിക്കുന്നത് എന്ന ധാരണ താങ്കൾക്കുണ്ടായാൽ മതി. കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അല്ലാതെ AICC ഓഫീസിൽ നിന്നോ നിങ്ങളുടെ പാലക്കാട് DCC സ്ഥാനാർത്ഥി എങ്ങനെ ഈ ദിവസം ഒന്ന് കഴിഞ്ഞു കിട്ടിയിട്ട് കളയാൻ നോക്കിയിരിക്കുക നല്ലവണ്ണം അല്ലെ? പാലക്കാട്ടെ നിലവിലെ CPMന്റെ സ്ഥിതി എനിക്ക് അറിയത്തില്ല, പക്ഷെ അറിയുന്നിടത്തോളം താങ്കൾ ആവശ്യത്തിന് ഇടപെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ ഒറ്റ വാചകം പൂർത്തീകരിക്കട്ടെ. താങ്കൾക്ക് പറയാനുള്ളതെല്ലാം താങ്കൾ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളൂ, കുഴപ്പമില്ല. പക്ഷേ ഇനി ഞാൻ പറയുന്നത് താങ്കൾ കേൾക്കേണ്ടി വരും. താങ്കൾ കേൾക്കണമെന്ന് ഞാനും കൂടി സൂചിപ്പിക്കുകയാണ്. താങ്കൾ ഞാനൊരു വാചകം സൂചിപ്പിച്ചിരുന്നു, അതിന് കുറേ കാര്യങ്ങൾ താങ്കളും പറഞ്ഞല്ലോ. അവിടെ നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ചില കാര്യങ്ങൾ എനിക്ക് പറയാമല്ലോ. ഒന്ന്, കോൺഗ്രസിൻ്റെ AICCയിൽ നിന്നോ അല്ലെങ്കിൽ DCCയിൽ നിന്നോ അല്ലാതെ നിങ്ങൾ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതും അവിടെയുള്ള സകല കോൺഗ്രസ് നേതാക്കന്മാരും ഏകകണ്ഠമായി ഒപ്പിട്ട് കൊടുത്തതുമായിട്ടുള്ള കത്ത് ഞങ്ങളുടെ ആരെയും കയ്യിൽ നിന്ന് പുറത്തു വരില്ലല്ലോ. നിങ്ങൾ ഊഹാപോഹങ്ങൾ വെച്ച് ആളുകളെ പറ്റിക്കാൻ വേണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ രേഖാപരമായി ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും എല്ലാം എത്തിച്ചേരുകയാണല്ലോ. ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ആരും അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി ഈ പാർട്ടിയിൽ ചേർന്ന് മറ്റു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിക്കെതിരായി പത്രസമ്മേളനം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരെല്ലാമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി, ജില്ലാ ഭാരവാഹികൾ, അതുപോലെ തന്നെ ദളിത് കോൺഗ്രസിൻ്റെ നിങ്ങളുടെ മണ്ഡലം സെക്രട്ടറി, ഒരു വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ആ വാർഡ് മെമ്പറുടെ ഭർത്താവും കോൺഗ്രസിൻ്റെ നിങ്ങളുടെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ എണ്ണിയാൽ തീരില്ലല്ലോ. എണ്ണിയാൽ തീരാത്ത ആളുകൾ ഡോക്ടർ സരിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങിയല്ലോ. നിങ്ങളുടെ നേതാക്കന്മാർ വന്ന് നല്ല വാചകത്തിൽ അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി, നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വല്ല വർത്തമാനവും പറയുന്നുണ്ടോ? നിങ്ങൾ ആരും പറയുന്നില്ല. അതാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത്. ശ്രീ കെ മുരളീധരൻ ആ പേര് പോലും പറയുന്നില്ല. പക്ഷേ എതിർ സ്ഥാനാർത്ഥിയായി നിങ്ങൾ കാണുന്ന ആളെ അങ്ങനെയല്ല കാണുന്നത്. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള ഡോക്ടർ സരിൻ നല്ല മിടുക്കനാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ചേർത്ത് വെക്കുന്നത് പാലക്കാട് LDFും UDFും തമ്മിലാണ് മത്സരം. BJP ചിത്രത്തിൽ ഇല്ലാതാക്കി മാറ്റിയിരിക്കുന്നു. ഇവിടെ നിങ്ങളുടെ നേതാക്കന്മാർക്ക് നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉള്ള പ്രശ്നം എന്താണ്? VD സതീശൻ്റെ നേതൃത്വത്തിൽ A ഗ്രൂപ്പിനെയും I ഗ്രൂപ്പിനെയും എല്ലാം ഹൈജാക്ക് ചെയ്തു. ബഹുമാനായ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ചതിച്ച് ആ സ്ഥാനമാനങ്ങൾ നേടി. ശ്രീ രമേശ് ചെന്നിത്തലയെ ചതിച്ച് സ്ഥാനമാനങ്ങൾ നേടി. അതിൻ്റെ ഭാഗമായി കൂട്ടത്തിൽ നിന്ന് ചതിച്ചയാളാണ് ഷാഫി പറമ്പിൽ എന്നതുൾപ്പെടെ നിങ്ങളുടെ കോൺഗ്രസിനകത്ത് ആളുകൾക്ക് അറിയാമല്ലോ. അത് പരസ്യവും രഹസ്യവുമായിട്ട് ആളുകൾ പറയാറുണ്ടല്ലോ. പറ്റിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ. ആ ഒരു കൂട്ടുകെട്ടിനെതിരായി ചിന്തിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് മനസ്സുണ്ട് അവിടെ. ആ കോൺഗ്രസ് മനസ്സല്ലേ പലരുടെയും പുറത്തു വരുന്നത്. അവിടെ നിങ്ങൾ അംഗീകരിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ പറഞ്ഞ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായത് കേരളത്തിലെ കോൺഗ്രസ് അംഗീകരിക്കുന്നുണ്ടോ? എല്ലാവരും അംഗീകരിക്കുന്നുണ്ടോ? വ്യാജമായ രീതിയിൽ, പറ്റാത്ത രീതിയിൽ, തെറ്റായ രീതിയിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന നിലയിലുള്ളത്. ഇതൊക്കെ എപ്പോഴെങ്കിലും സത്യസന്ധമായി പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും ഈ നെറുകേടുകൾ തിരുത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളും കോൺഗ്രസിലുണ്ട്. അവരാണ് പുറത്തു വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറയുമ്പോൾ വളരെ ലാഘവത്തോടു കൂടി ചിഹ്നം പോലും അറിയില്ല, ഏത് സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പോലും ആളുകൾക്ക് അറിയില്ല. ഇപ്പോൾ ടെലസ്കോപ്പാണ് എന്നും അത് തന്നെ ജനകീയമായി മാറി ജനങ്ങളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ സരിൻ അത് ഡോക്ടറെ കഴുത്തിലുള്ള കുഴൽ എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളും സാധാരണക്കാരും ഒക്കെ ഏറ്റെടുത്ത് ചിഹ്നവും സ്ഥാനാർത്ഥിയും എല്ലാം നല്ലവണ്ണം ഏറ്റെടുത്തിരിക്കുന്നു. അതിലൊന്നും ഒരു തർക്കവും. പ്രശ്നം നിങ്ങൾ നേരിടുന്നത് 5 അക്കം 4 അക്കം 5 അക്കം 6 അക്കം എന്നൊക്കെ ആവേശത്ത് പറയുന്നുണ്ടല്ലോ. അവിടെ പ്രിയങ്ക ഗാന്ധി പോലും വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി വരേണ്ടി വന്നത്. സാധാരണ 2-3 പ്രാവശ്യം കൈവീശി കാണിച്ചങ്ങ് പോകാറായിരുന്നു. ഇത് വീട് കയറി പ്രചരണം നടത്തേണ്ടി വന്നു. അവിടെ എന്താ പ്രതിസന്ധിയിലായത്? 170 കോടി രൂപ ഫണ്ട് കൊടുത്തിട്ട് BJPക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് ഇവിടെ വന്നിട്ട് മത്സരിക്കുന്നത്.
ഇപ്പൊ ആരാ പറയുന്നത് അവിടെയാണ് എനിക്കറിയില്ല. സജീഷ് ഞാൻ ഞാൻ ഏതായാലും നേരത്തെ പറഞ്ഞ് അനിൽ ബോസിനോട് അവസാനിപ്പിക്കുക. ചോദിച്ചു. അതായത് ഒരു കാര്യം BJPക്ക് അതെ അനിൽ ബോസ് ചില കാര്യങ്ങളും വലിയ വാചകങ്ങളും പറഞ്ഞു എന്നുള്ളതിലപ്പുറത്തേക്ക് നമ്മൾ ഉന്നയിച്ച മെറിറ്റിലേക്ക് അനിൽ ബോസ് വരില്ല എന്ന് എനിക്കറിയാം. കാരണം അദ്ദേഹത്തിന്റെ മനസ്സും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിനും വരാൻ വേണ്ടി കഴിയില്ല. ഈ നെറുകേടൊക്കെ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. ഞാൻ പറയുകയാണ്, അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഈ മൂവർ സംഘത്തിന്റെ കൂടെ അദ്ദേഹം ഉണ്ട് എന്ന് പോലും എനിക്ക് തോന്നുന്നില്ല. അത് വേറെ വിഷയം. ഇവിടെ BJPയുമായി പരസ്യവും രഹസ്യവുമായിട്ടുള്ള ധാരണ ഉണ്ടാക്കി അവർ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഏജന്റായിട്ടാണ് ഷാഫി പറമ്പിൽ പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി പണം എന്ന് പറയുന്നത് ഈ ആളുകൾക്ക്, പണവും പ്രലോഭനവും എല്ലാം ഈ ആളുകൾക്ക് വീക്ക്നെസ്സാണ്. അത് നിങ്ങളുടെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ലേ? അതിൻ്റെ ഭാഗമായിട്ടല്ലേ നിങ്ങളുടെ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവല്ലേ മരിക്കുമ്പോൾ എൻ്റെ ശവം പോലും ഇദ്ദേഹത്തെ കാണിക്കരുത് എന്നത് ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളതാണ്. ഈ ആളുകളാണ് കോൺഗ്രസിനെയും ആ മണ്ഡലത്തെയും ജനങ്ങളെയും ഹൈജാക്ക് ചെയ്ത് ഇപ്പൊ താങ്കൾ പറയുന്നതിൻ്റെ തൊട്ട് 4 അക്കത്തിൽ 5 അക്കത്തിൽ 6 അക്കത്തിൽ ജയിക്കുന്നൊന്നും വീരവാദം പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അവിടെ കൃത്യമായി ജനപക്ഷത്ത് നിന്നുകൊണ്ട് പാലക്കാടിന്റെ വികസനത്തിന് വേണ്ടി സരിൻ ജയിക്കും. അതുപോലെ തന്നെ ചേരക്കരയിലും ഉജ്ജ്വലമായ വിജയം ഉണ്ടാകും. വയനാട് നമുക്ക് കാണാം. വയനാട് ഒരു കാഴ്ച നമുക്കുണ്ടാകും. അത് ഇതുവരെയുള്ള കാഴ്ചയായിരിക്കില്ല. അത് മാത്രമേ ഞാനും പറഞ്ഞു വെക്കുന്നുള്ളൂ. താങ്കൾ പറഞ്ഞല്ലോ 23-ാം തീയതി അത് 23-ാം തീയതി നമുക്ക് കാണാം. നമുക്ക് ചർച്ച ചെയ്യാൻ ബോസ് നമുക്ക് ഞെട്ടാതിരുന്ന് ചർച്ച ചെയ്യാം. കാരണം തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടല്ലല്ലോ നമ്മളാരും കാണുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ടുകളെ അതാത് കാലത്ത് വിലയിരുത്താനുള്ള ശേഷി തകർന്ന് 99 സീറ്റും നേടി LDF വീണ്ടും അധികാരത്തിൽ വന്നപ്പം ഞെട്ടി തകർന്ന് കോൺഗ്രസ് അങ്ങ് ഇല്ലാതായോ? കോൺഗ്രസ് ഡെഫിനറ്റായിട്ട് പ്രതിപക്ഷത്ത് നിന്നു. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ വരെ മാറ്റി പുതിയ പരീക്ഷണത്തിന് തയ്യാറായില്ല. ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അൽബോസ്. അതുകൊണ്ട് ആരും ഒരു തെരഞ്ഞെടുപ്പ് കണ്ട് അങ്ങ് അസ്തമിച്ചു പോകുന്നവരോ തലകറങ്ങി വീണ് പോകുന്നവരോ അല്ലാന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഞാൻ ഷാജി നേരത്തെ BJPയുടെ വളർച്ചയെ കുറിച്ചൊക്കെ താങ്കൾ പറഞ്ഞു. നമുക്കിപ്പോൾ പാലക്കാട്ടെ പോട്ടെ. 2021 ശ്രീധരനെ പോലൊരു സ്ഥാനാർത്ഥിത്വമാണ് BJPക്ക് കിട്ടുന്നതിലെ ഏറ്റവും അധികം വോട്ടിലേക്ക്, BJPക്ക് സാധാരണ കിട്ടുന്നതിലധികം വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്നൊരു സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അവിടെ നിന്ന് കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വം തുടക്കം മുതൽ തന്നെ ഏതെങ്കിലും തരത്തിൽ ശ്രീധരനുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു സ്ഥാനാർത്ഥിത്വമായി ഉയർന്നിട്ടുണ്ടോ? BJPക്ക് അവിടെ പരമാവധി സമാഹരിക്കാവുന്ന വോട്ടുകൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കാം പാലക്കാട്. പക്ഷേ അപ്പോഴും പാർട്ടിക്കുള്ളിലെ അതൃപ്തി, ഇപ്പോൾ കോൺഗ്രസിലെ പോലെയല്ല, കുറെ കൂടി ഒരു കേഡർ സ്വഭാവമുള്ളൊരു പാർട്ടി എന്നതിൽ അത് നിശബ്ദമാകും. RSSന് പലതവണ പല രൂപത്തിൽ അത് ഇടപെടേണ്ടി വന്നു. ആദ്യത്തെ റോഡ് ഷോയിൽ പാലക്കാട് നഗരസഭയിലെ കൗൺസിലർമാർ, BJP കൗൺസിലർമാർ പോലും പലരും പങ്കെടുത്തിട്ടില്ല. അവിടുത്തെ ഒരു പ്രത്യേക സമുദായത്തെ BJP വലിയ തോതിൽ ഇല്ലായ്മ ചെയ്യും വിധത്തിലേക്ക് അവരുടെ മേൽ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. അവിടെ ചെയർപേഴ്സൺ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നു. ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് തുടക്കത്തിൽ കത്തിച്ച സാഹചര്യം, സന്ദീപ് വാര്യർ തുടർച്ചയായി ഉന്നയിക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെയും പാർട്ടിക്കെതിരെയും ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പുറത്തു വരുന്നതും വരാത്തതുമായ ഒട്ടേറെ പ്രശ്നങ്ങൾ നിങ്ങളെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ ലഭിക്കുന്നതിൽ നിന്ന് മുകളിലോട്ട് കയറാൻ കഴിയുന്നതിന് പല പ്രതിബന്ധങ്ങളും നിൽക്കുകയാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നാളെ പോളിംഗ് തുടങ്ങാൻ പോവുകയാണ്. 2 മുന്നണികളും ഇപ്പോഴും പരസ്പരം സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. നാളെ പോളിംഗ് തുടങ്ങുക. എന്താ ഇവർക്ക് ഇവിടുത്തെ ജനകീയ ഒന്നും പറയാനില്ല. ഞാൻ സ്പെസിഫിക് ആയി ചോദിച്ചതല്ലേ ഷാജി, എന്റെ ചോദ്യം അവിടെ ഉണ്ട്. എന്റെ ചോദ്യത്തെ മാറ്റി വെച്ചിട്ട് നിങ്ങളൊരു പൊതുവിശദീകരണത്തിലേക്കല്ല, നിങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ, സരിനുമായി ഉയർന്ന ചർച്ച പോലെ തന്നെ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചർച്ചകൾ എനിക്ക് പൊതുവിശദീകരണം പറയേണ്ടി വരും. ഇത് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിഷയത്തിൽ വന്നുകൊണ്ടാവാം എനിക്ക് പൊതുവിശദീകരണം തരേണ്ടി വരും. അങ്ങനെയല്ല, വന്ന വിഷയത്തിലേക്ക് വരേണ്ടതുണ്ടെന്നേ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയത്തിൽ പറയാൻ ആഗ്രഹിച്ചാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പിന്തള്ളി എന്നാണ് ഞാൻ പറയുന്നത്. അവർ ഒറ്റ വാചകത്തിൽ ഞാൻ അതിനെ റദ്ദ് ചെയ്യുകയാണ്. താങ്കളുടെ ക്ലെയിമിനെ, താങ്കളുടെ ടേക്കിനെ ഞാൻ റദ്ദ് ചെയ്യുകയാണ് ഒറ്റ വാചകത്തിൽ. താങ്കൾ ഈ പറഞ്ഞത് 2 മുന്നണികളും തെരഞ്ഞെടുപ്പിന്റെ തുടക്കം തൊട്ട് പറഞ്ഞ കാര്യങ്ങളാണ്.
അത് ഈ 3 മണ്ഡലങ്ങളിലും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നൊരൊറ്റ വാചകത്തെ ഞാൻ അവസാനിപ്പിക്കുക. എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, അതിലാണ് താങ്കൾ ഇടപെട്ടത്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയുമ്പോഴാണ് ഞാൻ സൂചിപ്പിച്ചത്, ജനങ്ങൾക്ക് ആഗ്രഹം ഇതൊന്നും ചർച്ച ചെയ്യാനല്ല സ്ഥലത്ത്. ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളുണ്ട്. പാലക്കാട് അല്ല, അത് ബിജെപിയുടെ കാഴ്ചപ്പാടാണ്. പ്രശ്നങ്ങളുണ്ട്. അത് ബിജെപിയുടെ കാഴ്ചപ്പാടാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഷാജി, ഞാൻ ഈ വിഷയം ബിജെപിയുടെ പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ ഈ ചർച്ചയിൽ ബിജെപി പ്രതിനിധിയോട് ചോദിച്ചത് ഇടതുമുന്നണി അത് പറഞ്ഞോ, UDF അത് പറഞ്ഞോന്നല്ല, അവര് പറഞ്ഞോന്നല്ല, മണ്ഡലത്തിലെ പ്രധാന വിഷയമാണ് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനാണ് ബിജെപി പ്രതിനിധി പറയുമ്പോൾ ശരത്ത് പറയുന്നത് അത് ബിജെപിയുടെ മാത്രം ടേക്ക് ആണെങ്കിൽ ഞാൻ അതിനെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത്. ഞാൻ ഈ മണ്ഡലങ്ങളിലെ ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വസ്തുതാപരമായ ഒരു കാര്യം പറയാം. മാത്രം പ്രശ്നമാണെങ്കിൽ അത് എന്റെ ടേക്ക് അല്ല, എന്റെ വാദമായിട്ട് ഞാൻ അംഗീകരിക്കുക. നെൽകർഷകരുടെ കാര്യം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ വിളവെടുപ്പ് മുഴുവൻ പണവും കൊടുത്തു കഴിഞ്ഞുമായി ബന്ധപ്പെട്ട വാർത്ത ചെയ്യുന്നതിന്റെ ഭാഗമായി ഒരു മാധ്യമപ്രവർത്തകൻ അന്വേഷിച്ചു. ഇത്തവണ നെല്ലെടുത്തുകൊണ്ടിരിക്കുന്നു. 15,000 ഹെക്ടറിലെ നെല്ലെടുത്തു കഴിഞ്ഞു. എനിക്ക് നിങ്ങൾ സമയം തന്നില്ല. ഞാൻ പറയുന്നു പൂർത്തീകരിക്കട്ടെ. ശരത്ത്, ഞാൻ പറഞ്ഞ കാര്യം എന്റെ ചോദ്യത്തിൽ ഡൈവേർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. താങ്കൾ മറ്റുള്ളവർക്ക് ഇടപെട്ടിട്ടില്ലല്ലോ. അല്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ ഡൈവേർട്ട് ചെയ്ത, ഞാൻ അഭിമാനത്തോടു കൂടിയാണ് ഡൈവേർട്ട് ചെയ്തത്. കാരണം ഞാനൊരു വാദം വെച്ചപ്പോൾ താങ്കൾ അതിന് ബിജെപിയുടെ അവകാശം എന്നാണ് പറഞ്ഞത്, അല്ലെ ബിജെപി ഉയർത്തിക്കൊണ്ട് വന്നു എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അതിനകത്ത് അഭിമാനം ഉണ്ടെന്നേ, അഭിമാനമുണ്ട് ഞങ്ങൾക്ക്. ഞാൻ അങ്ങോട്ട് ചേർത്ത് പറയാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ അതിനകത്തോട്ട് ഞാൻ എന്താ ചേർത്ത് പറയാൻ ശ്രമിച്ചത്? 2 മുന്നണികളിലെ അപാകതകളും വേറെ ചില കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം നടത്തിയത്. ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് ജീവൽ പ്രശ്നങ്ങളാണ്, മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. സരിനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ആരെയാണ് അതിന് പകരം തീരുമാനിച്ചത്? ഇവരെന്നാ കോൺഗ്രസ്സായി, ഇവരെന്നാ CPM ആയത്? ഇതൊന്നും ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ, ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വിഷയമല്ല. ജനങ്ങൾക്ക് ജീവൽ പ്രശ്നമുണ്ട്. ഈ ചർച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുണ്ടോ? ആ സംശയം മണ്ഡലത്തിൽ ഇപ്പോഴുമില്ലേ? ഈ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് ബിജെപിയിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനായിട്ടുണ്ടോ? എന്റെ ചോദ്യം അതാണ്. നിങ്ങളുടെ ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായി 2 മുന്നണികളിലും അതിനെ ബാലൻസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഉത്തരവൊന്നും വേണ്ട, പക്ഷേ അതിനെ ഇടപെടണ്ടേ, വരണ്ടേ? അല്ലല്ല, ഞാനത് ആദ്യമേ താങ്കളുടെ ചോദ്യം തന്നെ ഞാൻ റദ്ദ് ചെയ്ത ഒരൊറ്റ. താങ്കളുടെ ആദ്യത്തെ ചോദ്യം എന്താ? ഞാൻ വേണേത് ആവർത്തിക്കാം. അതൊന്നുമല്ല ഇവിടുത്തെ ഇപ്പൊ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയത്തെ സംബന്ധിച്ച് ബിജെപിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണല്ലോ. അതിനും ഞാൻ മറുപടി തന്നു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചും വലിയ വിഭാഗീയത 2 മുന്നണികളിലും ഉണ്ടാകുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബിജെപിയിലെ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. ഇനി അതല്ല, നിങ്ങൾ വാദത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ മറ്റന്നാൾ അറിയാമല്ലോ. നാളെ ജനങ്ങൾ 20-23 തീയതി അത് അവിടെ എത്തി. അപ്പോൾ അതിന് വിശദീകരണം ഇല്ലാത്തതുകൊണ്ടാണ് ആ 20 മണ്ഡലത്തിലെ പൊതുസാഹചര്യം അല്ല. അവിടെയാണ് നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട വിമർശനം. ഞാനൊരു ഒരു സമുദായം നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് ബിജെപിയുമായി നിലനിർത്തുന്ന അതൃപ്തി എന്ന വാർത്തകൾ ഞാൻ LDF-നെ UDF-നെ അല്ല, സാറിനറിയാം, ഷാജി രാഘവനറിയാം, ഇവിടുത്തെ പത്രങ്ങൾ, ഇവിടുത്തെ റിപ്പോർട്ടുകൾ, അതുപോലെ ഞാൻ പേര് സ്പർശിച്ചല്ലേ പറഞ്ഞത്. കൗൺസിലർമാർ തുടക്കം മുതൽ വിട്ടുനിന്നു, RSS ഇടപെടേണ്ടി വന്നു. അതുപോലെ തന്നെ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാറാണോ സ്ഥാനാർത്ഥി എന്ന ചോദ്യം. ഇങ്ങനെ പ്രശ്നങ്ങൾ അത് LDF-ന്റെ UDF-ന്റെ മണ്ടയിൽ വെക്കണ്ട. അല്ലാതെ തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നത് മാത്രമാണ് ഷാജി ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയാം, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞാൻ ഇപ്പോഴും പാലക്കാടാണ്, കണ്ണാടി പഞ്ചായത്തിലാണുള്ളത്. ഇപ്പോഴും 2 ബൂത്ത് യോഗം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ മീറ്റിംഗിൽ വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളില്ല. നിങ്ങൾക്ക് വേണേൽ പറഞ്ഞുകൊണ്ടിരിക്കാം പ്രശ്നങ്ങളെന്ന്. അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് പറയാൻ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. ഞാൻ ഇന്ന് പോയ സ്ഥലത്തെ ഇതിനേക്കാൾ ഏറെ ജനകീയ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഒരു കാര്യം ഞാൻ സൂചിച്ചു, ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്താണ് ചർച്ച? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പറഞ്ഞോളൂ. ഒരു കാര്യം,
ഇന്നിപ്പോൾ നാളെ പോളിംഗ് നടക്കുന്ന മണ്ഡലങ്ങളിലും അതേപോലെ തന്നെ വരാൻ പോകുന്ന 20-ാം തീയതി നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പിലെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി വഖഫ് ബോർഡിൻ്റെ തീരുമാനങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്നിപ്പോൾ നമുക്കറിയാം, ഇന്ന് നിങ്ങളുടെ ചാനൽ ചർച്ച ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ പല പ്രമുഖ ചാനലുകളും ചർച്ച ചെയ്തു. പ്രാരംഭഘട്ടത്തിൽ BJP എന്തോ പ്രത്യേക താല്പര്യത്തോടുകൂടി പറയുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുറത്തു ഞാൻ ചോദിച്ചിട്ട് മുനമ്പത്തെ ജനങ്ങളെ, പാലക്കാട്ടെ ജനങ്ങളെ, ചേലക്കരയിലെ ജനങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ അവരെ വഞ്ചിക്കുന്ന നിലപാടിലെ രണ്ട് മുന്നണികളും നിയമസഭ സ്വീകരിച്ചത് കണ്ടു. എങ്ങനെ നിൽക്കും? നിങ്ങൾ അതിനെ വർഗീയവൽക്കരിക്കാനാണ് ശ്രമിക്കുന്നത്. അത് മനസ്സിലാവുന്ന നാടാണ് കേരളം. പറയാൻ സാധിക്കുന്നത് ശരത്ത്, നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിൽ അവര് തന്നെ പറയുന്നു ബിഷപ്പ് സഭാ നേതൃത്വം മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേവലവാദം മാത്രമാണ്. അത് BJP മുമ്പ് പറഞ്ഞ പോലെ, താങ്കൾ പറഞ്ഞ പോലെ BJP തയ്യാറാക്കി ഒരുതരം ക്യാപ്സൂൾ. അതല്ല, ആ ക്യാപ്സൂൾ വാദമാണ് ഷാജി എടുക്കുന്നത്. അനിൽ ബോസ്, നിങ്ങൾ അതിനെ വർഗീയവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അത് എടുക്കില്ല കേരളം. അനിൽ ബോസിന്റെ അവസരത്തിലേക്ക് അനിൽ ബോസ് അതൊരു ക്യാപ്സൂളാണ്. BJP ക്യാപ്സൂളിനപ്പുറം ഈ വിഷയം, മുനമ്പം വിഷയത്തിൽ അതിനുശേഷം പലതും നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഇന്നലെ ബിഷപ്പ് കണ്ടു. അതിനുശേഷം ഇനി ഉന്നതല യോഗം വരാൻ പോകുന്നു. ഇത് വർഗീയമായിട്ടല്ലാതെ ആ തീര ജനതയ്ക്കൊപ്പം നിന്ന് അവർക്ക് അവരുടെ സ്വത്ത് നിലപാടിലാണ് കേരളം നിൽക്കുന്നത്. ഇവിടെ അത് നിൽക്കുമ്പോൾ അതവിടെ നിൽക്കട്ടെ ഷാജി. അതവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിലത്തെ നിലപാടാണ് ഞാൻ ഈ പറഞ്ഞത്. ഏറ്റവും ഒടുവിലത്തെ അനിൽ ബോസിന്റെ അവസരം. അനിൽ ബോസ് മുനമ്പം പറഞ്ഞു. അതെ, അനിൽ ബോസിനോടാണ്. അനിൽ ബോസിനാണ്. ശ്രദ്ധിക്കൂ, എന്റെ ചോദ്യം അനിൽ ബോസിനോടാണ്. അനിൽ ബോസ്, മുനമ്പം എന്നതിൽ BJPയുടെ വർഗീയ കാർഡ് താല്പര്യം കേരളത്തിന് മനസ്സിലാകും. അതൊരു പ്രശ്നം. അതിന് ആ നിലയിലല്ലാതെ കേരളം സമീപിക്കേണ്ടത് തന്നെയാണ്. യാതൊരു സംശയവും. ആ ജനതയ്ക്കൊപ്പം നിൽക്കേണ്ടതുമാണ്. കേരളം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കാൻ വന്ന അനിൽ ബോസ് അതല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് ആ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? അതിനെ അതിജീവിക്കാൻ ഭരണപക്ഷത്തിന്, CPIM-ന്, LDF-ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മറുപടി എന്താണ്? അല്ല, LDF-ന്റെ വിശ്വാസം LDF-നെ രക്ഷിക്കട്ടെ. ഇവിടെ BJP എല്ലാ കാലത്തും ചെയ്യുന്ന ഒരു നടപടിക്രമം, വഖഫ് ബില്ല് വേറെ, വഖഫ് ബോർഡ് വേറെ, മുനമ്പം വിഷയം വേറെ, മൂന്നാണ്. ഇതുമായിട്ട് കൂട്ടി കണക്ട് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ BJP മാത്രമല്ല, ഇതിൻ്റെ അകത്ത് CPM ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട്. CPM വരുത്തുന്ന വീഴ്ച എന്ന് പറയുന്നത് ഈ ഒരു പൊതുവിഷയത്തിൽ, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയോ ആ വഖഫ് ബോർഡുമായി, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഫറൂഖ് കോളേജോ ആരെങ്കിലും ഒരാൾ തർക്കമുന്നയിച്ച് വിവാദമുണ്ടാക്കാത്തൊരു വിഷയത്തിൽ അവിടെ ബോധപൂർവം ചില തൽപര കക്ഷികൾ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് സമയബന്ധിതമായി പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. അതിന് ഇവിടെ സർവകക്ഷി യോഗം ചേരണം. സർവകക്ഷികളും ഒന്നിച്ചു ചേർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണം. പ്രത്യേകിച്ച് പാണക്കാട് തങ്ങളടക്കം ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ വിവിധ നേതാക്കളടക്കം ഇടപെട്ട്, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടപെട്ട് പൊതുവായി കേരള ഗവൺമെൻറ് മുമ്പാകെ വെക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ നീട്ടിക്കൊണ്ടുപോയത് ശരിയായില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട്. പക്ഷേ BJP, ഇപ്പം താങ്കൾ പറഞ്ഞ, ശരത്ത് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക. BJP എത്രയൊക്കെ ശ്രമിച്ചാലും, ഇപ്പോൾ താൽക്കാലികമായി യോഗം മാറ്റിവെക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചാലും കേരളത്തിൽ BJP സ്വപ്നം കാണുന്നത് ഉണ്ടാവില്ല. അത് കേരളത്തിലെ പൊതുസമൂഹം അനുവദിക്കില്ല. അതുകൊണ്ട് മുനമ്പം വേറെ, വഖഫ് ബില്ല് വേറെ, വഖഫ് ബോർഡ് വേറെ. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ കേരള ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ കേരള ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമാണ്. അത് രാഷ്ട്രീയം മാറ്റിവെച്ച് പരിഹരിക്കാൻ ഗവൺമെൻറ് നടപടി സ്വീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. പിന്നെ ഇന്ന് വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായി ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്നേ, അവരനുഭവസ്ഥരാണ്. അവരുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന, അവരുടെ തൊഴിലിനെ ബാധിക്കുന്ന, അവരുടെ സമാധാന ജീവിതത്തെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളും അവരനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരത്തെ. ആ കണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർ നിശ്ചയത്തോടു കൂടിയുള്ള പ്രതികരണം അത് തീരുമാനിച്ചിട്ടുണ്ട്. അത് നാളെയാണെങ്കിലും അതിനുശേഷം നടക്കുന്ന 20-ാം തീയതി ആണെങ്കിലും വളരെ കൃത്യമായ പ്രതികരണം ഉണ്ടാവും. ഞാൻ വീണ്ടും എൻ്റെ സമയം കഴിഞ്ഞു എന്ന് ഞാൻ കരുതാണ്. സമയമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഞാൻ പൂർണ്ണമായ ബോധ്യത്തോടു കൂടി പറയുന്നു,
UDF മുന്നോട്ട് വെച്ച രാഷ്ട്രീയം കേരളത്തിലെ ജനമനസ്സറിഞ്ഞുള്ള, ജനങ്ങളുടെ വികാരമറിഞ്ഞുള്ള രാഷ്ട്രീയമാണ്. അല്ലാതെ ജനവിരുദ്ധമായ ഒരു സമീപനം UDFന്റെ ഭാഗത്തുനിന്ന് ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. വളരെ കൃത്യമായി ജനങ്ങളോട് അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം നിൽക്കും. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, ചേലക്കരയിൽ 4 അക്കം, പാലക്കാട് 5 അക്കം, സജീഷ് എന്തെല്ലാം പറഞ്ഞാലും പറയട്ടെ, വയനാട്ടിൽ 6 അക്കം. ഈ പറയുന്ന അക്കം നിങ്ങൾ കുറിച്ച് വെച്ചോ. ഇനി നാളെ വൈകുന്നേരം ചർച്ചയിലിരിക്കുമ്പോൾ പോളിങ്ങിൻ്റെ കണക്കൂടെ നോക്കിയിട്ട് അതിൽ എത്ര പെർസെൻറ്റേജ് വോട്ട് അല്ലെ എത്ര വോട്ട് എന്നുകൂടി നമുക്കൊരു കണക്കെടുപ്പ് നടത്താം. ശരി, ആയിക്കോട്ടെ. ഞാൻ സജീഷിലേക്ക് വരികയാണ്. സജീഷ്, ഒന്നാമത്തെ കാര്യം മുനമ്പവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP എതിർക്കുമ്പോഴും അതിലൂടെ CPIMനെ വിമർശിക്കാൻ ശ്രമിച്ച ഒരു തലമുള്ളതുകൊണ്ട് സജീഷ് അതിനെ എങ്ങനെ കാണുന്നു? പ്ലസ് അതോടൊപ്പം BJP UDF പ്രതിപക്ഷ നേതാവ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലും പറഞ്ഞത് സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ പ്രതിപക്ഷം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരുടെ ഒരു പൊതുവിലയിരുത്തൽ. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അനിൽ ബോസ് സൂചിപ്പിച്ചത്. അത് ആ നിലയിൽ ജനങ്ങളുടെ മുമ്പിൽ ഏൽക്കുമോ? ജനങ്ങൾ സർക്കാരിൽ നിന്ന് അകന്നിട്ടുണ്ടോ? അങ്ങനൊരു വെല്ലുവിളി തെരഞ്ഞെടുപ്പിൽ CPIM നയിക്കുന്ന LDF നേരിട്ടിട്ടുണ്ടോ? സജീഷിലേക്ക്. ശ്രീ ശരത്ത്, ഒരു കാര്യം താങ്കൾ ചോദിച്ച 2 ചോദ്യങ്ങളിലൂടെ തന്നെ വരാം. ഒന്ന്, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് BJP RSS ഈ കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനും ആളുകളെ പറ്റിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വിശ്വാസികളായ ആളുകൾ വീഴില്ല എന്ന് തന്നെ ഉറപ്പാണ്. ഒന്ന്, RSS എന്താണെന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരൊന്നുമല്ല കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ടവർ. കഴിഞ്ഞ ജനുവരിയിൽ ഈ RSSന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ പുറത്തിറങ്ങിയത് ഡിസാസ്റ്റർസ് ഫെസ്റ്റിവൽ എന്നാണ് ക്രിസ്മസിനെ വിശേഷിപ്പിച്ചത്. ക്രിസ്മസ് പപ്പയുടെ ഒരു പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിത്രവും അപകടകരമായ ആഘോഷം എന്നാണ് വിശേഷിപ്പിച്ചത്. കേരളത്തിൻ്റെ പുറത്തതാണ് എങ്ങനെ ആക്രമിക്കപ്പെടുന്നു, ഏതെല്ലാം ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്നെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ആ വിഭാഗത്തിൽപ്പെട്ടവർ. അതുകൊണ്ട് അവരെ പറ്റിക്കാമെന്ന് കരുതരുത്. വിചാരധാര വായിച്ചു നോക്കാനും ഈ നാട്ടിലെ ക്രൈസ്തവർക്ക് കഴിയും. അതിൽ ഒന്നാമത്തെ ശത്രുവായി മുസ്ലിമിനെയും, രണ്ടാമത്തെ ശത്രുവായി ക്രിസ്ത്യാനിയെയും, മൂന്നാമത്തെ ശത്രുവായി കമ്മ്യൂണിസ്റ്റുകാരെയും RSS കാണുന്നു എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. മുനമ്പം വെച്ച് മുതലെടുക്കാൻ വേണ്ടി VD സതീശനും കൂട്ടരും ചില കോൺഗ്രസ്സുകാരും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരോട് ഞങ്ങൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഒരു വേർതിരിവുണ്ടാകുന്ന പ്രശ്നമായിട്ടോ ഉയർത്തി കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് മറുപടി പറയാത്തത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഈ പറഞ്ഞ മുനമ്പത്ത് ഈ ഭൂമി ഏറ്റെടുക്കാൻ ഉത്തരവ് ഉൾപ്പെടെ ഇടുന്ന ആ കമ്മീഷൻ, അന്നത്തെ ആ വഖഫിൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്നൊന്ന് അന്വേഷിച്ചാൽ മതി. അത് ഏത് തങ്ങളായിരുന്നു എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ മതി. റഷീദ് അലി തങ്ങൾ ആരായിരുന്നു എന്നുള്ളത് UDFന്റെ നോമിനി ആയിരുന്ന ആളായിരുന്നു എന്നൊക്കെ ഉള്ളത് അറിയാമല്ലോ. പിന്നെ ഇവിടെ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തിയ KPCC സെക്രട്ടറി ആയിട്ടുള്ള അറ്റോർണി ജനറൽ ആയിരുന്നു എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അറിയാവുന്നതാണ്. ഞങ്ങൾ ഇത്തരം വിശദീകരിച്ച് പറയേണ്ടതുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. കാരണം അതല്ല അവിടെ ആവശ്യം എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ആ VD സതീശനോടും 16-ാം തീയതി സർവകക്ഷി യോഗം വിളിക്കുന്നതിന് എന്തായിരുന്നു തടസ്സം? ഇത്രയും പ്രമാദമായ ഞാൻ പറയട്ടെ സജീഷ്, ഒരൊറ്റ ചോദ്യം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനത് ലളിതമായി തന്നെ താങ്കളുടെ ചോദ്യം ഞാൻ കേട്ടു. ഇനി മറുപടി പറയാലോ. പറയട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി? 20-ാം തീയതിക്ക് ശേഷം, അതായത് 20-ാം തീയതി നടക്കുന്ന പാലക്കാട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു മതി എന്തിനാണ് നിങ്ങൾ തീരുമാനിച്ചത്? 16-ാം തീയതി നടക്കേണ്ട യോഗം എന്തിനാണ് പാലക്കാട് കഴിയാൻ നിങ്ങൾ മാറ്റിവെച്ചത്? തെറ്റായ സന്ദേശം പറയട്ടെ. ഇനി ചോദ്യം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ശ്രീ അനിൽ ബോസ്, താങ്കൾ ഒരു മുതിർന്നയാളല്ലേ. എന്റെ അവസരത്തിൽ താങ്കൾ ചോദ്യം ചോദിക്കുകയാണ്. ആ ചോദ്യം വീണ്ടും ആവർത്തിച്ച് സമയം കളയരുത്. അത് ശരിയായ രീതിയല്ല. താങ്കൾ ചോദിച്ചത് ഞാൻ കേട്ടു. താങ്കളായതുകൊണ്ട് തന്നെ മാന്യമായി തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ എറർ വരും. നമ്മൾ പലയിടങ്ങളിൽ ഇരുന്നല്ലേ ചർച്ച. ശരി, ഓക്കെ ഞാനത് അംഗീകരിക്കുന്നല്ലോ ശ്രീ അനിൽ ബോസ്. അതുകൊണ്ടല്ലേ താങ്കൾ പറഞ്ഞ ഞാൻ കേട്ടു. ഞാനത് മറുപടി പറയാം. ദയവേത് ഇനി ഈ സമയം കളയരുത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എനിക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. ഒന്ന്, കൃത്യമായി ഗവൺമെൻറ് ഇടപെട്ടിട്ടുണ്ട്. അവിടെ ആരെയും കുടിയൊഴിക്കുന്ന പ്രശ്നമോ ഭൂമി നഷ്ടപ്പെടുന്നോ വീട് നഷ്ടപ്പെടുന്നോ പ്രശ്നം ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് സമൂഹത്തിൻ്റെ മുന്നിലുണ്ട് താനും. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് അത്തരം
ചർച്ചകളും കാര്യങ്ങളും ഒക്കെ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള തീയതിയിലേക്ക് മാറ്റിയത് എന്ന് നല്ലവണ്ണം അറിയാവുന്നതാണ്. പക്ഷേ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിന് ഒരു സ്വഭാവമുണ്ട്, രണ്ട് തലയും കത്തിച്ചിട്ട് നടുവിൽ പിടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ചില വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനെ ആ നിലയിൽ കണ്ടാൽ മതി എന്നുള്ളത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവിടെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഒരു കോക്കസിന് കോൺഗ്രസിനകത്തുള്ള പലരും എതിരാണ്. അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെന്റിനെ കുറിച്ച് തന്നെ തീവെട്ടിക്കൊള്ളയാണ് നമുക്കറിയാവുന്നതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ ഞങ്ങൾ സർക്കാർ ഇന്ന കാര്യങ്ങൾ അല്ല, ഞാൻ പറയട്ടെ അല്ല, നിങ്ങൾ ഇത് അവരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഗവൺമെന്റ് അവർക്ക് അനുകൂലമായി ചെയ്ത കാര്യങ്ങൾ പറയട്ടെ. നിങ്ങൾ കോൺഗ്രസിനെ ഇത്ര നേരവും താങ്കൾ ഇങ്ങനെ ഇടപെട്ട് ചർച്ചയെ മോശമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാന്യമായ രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു ശരിയല്ല. താങ്കൾ ചോദ്യം ചോദിക്കുന്നു, ഉത്തരം ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നതിനെ പൂർണ്ണമായി ശരിയല്ല. അദ്ദേഹത്തിന്റെ അവസരമാണ്. ആ നിലയിൽ നടക്കില്ല. അനിൽ ബോസ് അത് നടക്കില്ല. താങ്കൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അതിന് അടുത്ത അവസരത്തിലേക്ക് വരുമ്പോൾ തരാം. ഈ സമയം അങ്ങനെ കളയരുത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിൽ അദ്ദേഹം പറയട്ടെ. അദ്ദേഹം എന്താ പറയുന്നത്? താങ്കൾ എന്തിനാണ് കയറി തീരുമാനിക്കാൻ നിൽക്കുന്നത്? കോൺഗ്രസിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് ഇനി ഉണ്ടെങ്കിൽ മറുപടി വീണ്ടും പറയാമല്ലോ. അല്ലല്ല, അദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് അറിയാമല്ലോ. അദ്ദേഹം ഇത് വീണ്ടും ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ആഗ്രഹിക്കുന്ന അദ്ദേഹം പറയുമോ? കോൺഗ്രസ് സജീഷിന്റെ അവസരം സജീഷ് പറയും. ഞാൻ പറയാണ് ശ്രീ അനിൽ ബോസ്, താങ്കൾ ഇത് കേൾക്കൂ. അതായത് സർക്കാരിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവന്നു, അതിൽ വിജയിച്ചു എന്നൊക്കെയാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ രാജ്യത്തുള്ള അപകടകരമായ ഒരു അന്തരീക്ഷത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടെല്ലാം ചില വിഭാഗമെല്ലാം ചിന്തിച്ചിട്ടുണ്ട്. ആ സാഹചര്യം അല്ല നിലനിൽക്കുന്നത്. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് മണ്ഡലം ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്ന് പൊളിറ്റിക്കലായിട്ടുള്ള മത്സരം നടന്ന് പിടിച്ചെടുത്ത സാഹചര്യമാണ് ഉള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 8 സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് നടന്നതിൽ 4ഇടത്ത് BJP-യിൽ നിന്നും 4ഇടത്ത് കോൺഗ്രസിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സീറ്റ് പിടിച്ചെടുക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. ആ മാറിയ സാഹചര്യം കൂടി ചർച്ച ചെയ്യപ്പെടും. നിങ്ങളിലുണ്ടായ അസംതൃപ്തിയും പ്രശ്നങ്ങളും അത് പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. ഇവിടെ ചേലക്കരയിൽ നിങ്ങളുടെ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച ആളല്ലേ ഇപ്പോൾ റിബലായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. KPCC-യിൽ താങ്കളോടൊപ്പം കൂടെ ഇരിക്കുന്ന KPCC സെക്രട്ടറിമാരിൽ ഒരാളല്ലേ ഇപ്പോൾ റിബലായി മത്സരിക്കുന്നത്. ഇതാരും അറിയില്ല എന്നാണോ? മാധ്യമങ്ങൾ പലരും ചർച്ച ചെയ്യാത്തതുകൊണ്ട് ആരും അറിയില്ല എന്നാണോ? കോൺഗ്രസിന് അകത്ത് മുഴുവൻ ഈ കൂട്ടർക്കെതിരായിട്ടുള്ള ശക്തമായ വികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരായി വികാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ അതിനിടയിൽ BJP-യുടെ പ്രതിനിധി വന്ന് പറയുകയാണ് ഞങ്ങളിൽ ഒരു പ്രശ്നവുമില്ല, നിങ്ങളിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞാൽ ആ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വന്ന് കാട്ടിക്കൂട്ടിയതും നിങ്ങൾ അവരുടെ ഫ്ലക്സ് കത്തിച്ചതും സന്ദീപ് വാര്യർ എന്ന് പറയുന്ന നിങ്ങളുടെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള ആള് പുറത്തു പോയതും പുറത്തിരിക്കേണ്ടി വന്നതും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനവും നിങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരായി അവിടെ ഉയർന്നു വരുന്ന വികാരവും നിങ്ങൾ 3ാം സ്ഥാനത്തേക്ക് പാലക്കാട് തന്നെ പിന്തള്ളപ്പെട്ട സാഹചര്യവും എല്ലാം പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. പണ്ട് കേരളത്തിൽ അത്യാവശ്യം ആളുകൾ മെട്രോമാൻ എന്നുള്ള നിലയ്ക്ക് കാണുന്ന ശ്രീ ശ്രീധരൻ മത്സരിച്ച സമയത്ത് നിങ്ങൾക്ക് ഒരു 2ാം സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് എക്കാലത്തും അങ്ങനെയാണ് എന്ന് കരുതരുതല്ലോ. ആ നിലയിൽ കാര്യങ്ങളെ കാണുക. പിന്നെ വയനാട്ടിൽ ഉൾപ്പെടെ ഭക്ഷ്യക്കിറ്റ് സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഫോട്ടോ വെച്ച് കൊടുക്കേണ്ട ഗതികേട് കോൺഗ്രസിന് വന്നിട്ടില്ലേ? ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്?
ഇതെല്ലാം ജനാധിപത്യത്തിൽ കാണുന്നതാണോ? കേരളത്തിന് അനുഭവമുള്ളതാണോ? വളരെ കാര്യമായിട്ടൊരു ചർച്ച നടക്കുന്നതിനിടയിൽ നമുക്ക് സമയത്ത് അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഒരു ഇടവേളയിലേക്ക് പോയാണ്. നമുക്ക് വേഗം ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്താം. ഞാനിവിടെ ഷാജിയോട് ചോദിക്കാൻ, BJP പ്രതിനിധിയോട്, ഷാജി രാഘവനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നേരത്തെ സജീഷ് പറഞ്ഞു നിർത്തിയതാണ്. മെട്രോമാൻ നിങ്ങൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കൊണ്ടെത്തിച്ച ഒരു 2ാം സ്ഥാനമുണ്ട്. അത് അന്നേ കഴിഞ്ഞു. നിങ്ങൾക്ക് 2024 ഒരു കാരണവശാലും 2ാം സ്ഥാനത്ത് പോലും നിൽക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ 3ാം സ്ഥാനത്താണ്. അതിന് പാർട്ടിക്കകത്ത് തന്നെ നിങ്ങൾ എത്ര മറച്ചു വെച്ചാലും മറഞ്ഞു നിൽക്കാത്ത ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രമേൽ പ്രകടമാണ്. സ്ഥാനാർത്ഥിയെ തന്നെ മാനസികവും പരസ്യവുമായി ചോദ്യം ചെയ്യുന്ന സാഹചര്യം നിങ്ങളുടെ മുന്നണിക്കകത്ത് തന്നെ നിൽക്കുന്നു. പാലക്കാട്ടെ ഒരു പൊതു ചിത്രം അങ്ങനെയാണ് എന്ന് സജീഷ് പറഞ്ഞതിനെ കുറിച്ചാണ്. മെട്രോമാൻ ശ്രീധരൻ സാർ ഇവിടെ മത്സരിക്കുമ്പോൾ ആരായിരുന്നു എതിർ സ്ഥാനാർത്ഥികൾ? ചിഹ്നത്തിൽ മത്സരിച്ച ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ, ഇല്ലേ? അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രബലനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അതാണോ ഇപ്പോഴത്തെ അവസ്ഥ? ഇപ്പോൾ ഇവിടെ 2 കോൺഗ്രസും BJP മാത്രമല്ലേ മത്സര രംഗത്തുള്ളത്. അതുകൊണ്ട് അത് വെറുതെ ആയിക്കോട്ടെ. കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആള്, അദ്ദേഹം സംസ്ഥാന ജനറൽ, അദ്ദേഹം നമ്മുടെ മുനിസിപ്പാലിറ്റി ദീർഘകാലമായി കൗൺസിലറാണ്, വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം അവിടെ പദവി അലങ്കരിച്ചിട്ടുണ്ട്. ജനകീയനാണ്. പാലക്കാട്ട് പതിറ്റാണ്ടുകളായി പൊതുപ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. കൗൺസിലർമാർക്ക് തന്നെ ഒന്നും അല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. ഇത് ആര് സൂചിപ്പിക്കുന്നു? തെരഞ്ഞെടുപ്പല്ലേ? ഞാൻ ആ ചർച്ചയിലേക്ക് വരും. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഒരു സംസ്ഥാന സമിതി അംഗത്തിന് തന്നെ ബോധ്യപ്പെടുത്തില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് തെരഞ്ഞെടുപ്പ് ഞാനതുകൊണ്ടാണ് ഞാൻ ശരത്തെ സൂചിപ്പിച്ചല്ലോ. നിങ്ങൾ ഈ തുടക്കം തൊട്ട് ഈ 3 പേരുകൾ പറയുന്നുണ്ടല്ലോ. ഈ 3 ഇന്നലെയും ഇന്നും ഇതിലൊരു പേരിൻ്റെ ആൾ പറഞ്ഞാൽ പകൽ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളതാണ് ശോഭാ സുരേന്ദ്രനുമായിട്ട്. ഇവിടെ ഞങ്ങൾ ട്രാക്ടർ റാലി നടത്തി, കർഷക മോർച്ചയാണ് നടത്തിയത്. ഞാനുണ്ടായിരുന്നു ആദ്യ അവസാനം ട്രാക്ടർ വെയിലത്തിരുന്ന് യാത്ര ചെയ്ത് സുരേന്ദ്രനോടൊപ്പം യാത്ര ചെയ്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ രംഗത്ത് അവർ സജീവമായിട്ട് ഈ മണ്ഡലത്തിലുള്ളത്. അപ്പം ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിച്ചില്ല, നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം, നമ്മൾ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിനൊരു ക്ലാരിറ്റി വരുത്തണം. എനിക്ക് അതിന് മറുപടി പറയാനുള്ള അവസരം കൂടെ കിട്ടണം. അതിലൊന്ന്, 2 കൂട്ടരും പറയാൻ ശ്രമിച്ചത് BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും ന്യൂനപക്ഷ വിരുദ്ധരെന്ന് സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളിത് പറഞ്ഞതാണ്. പക്ഷേ നിങ്ങൾ ജയിച്ചു കയറുമ്പോൾ നിങ്ങളുടെ വാദമുഖങ്ങളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. ആ വാദമുഖങ്ങൾ പൊളിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞതാണ്. തൃശ്ശൂർ ഞങ്ങൾ ജയിച്ചു കയറുമ്പോൾ കേരളത്തിലെ വലിയ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അനിൽ ബോസ്, ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടി, ഒരു മുന്നണിയെ സംബന്ധിച്ച് 3ാം സ്ഥാനത്തേക്ക് പോകാൻ അധിക നേരെ ഒന്നും വേണ്ട. നമ്മുടെ മുമ്പിൽ വട്ടിയൂർക്കാവൊക്കെ ഉദാഹരണമായിട്ടുണ്ട് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് സജീഷ്. അല്ല, അങ്ങനെ ഉള്ള ഓർമ്മകളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് സമാധാനത്തോടുകൂടി എൻ്റെ സ്നേഹിതൻ ഉറങ്ങട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ വളരെ ബാലിശമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് എത്രയോ സംഘടനകൾ, എത്രയോ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ അവിടെ എത്തിച്ചു. അതെല്ലാം പാർട്ടികൾ നേരിട്ട് വിതരണം ചെയ്യുമല്ലോ. അതെല്ലാം അവിടെ വന്ന് റവന്യൂ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ച് അതിന് പ്രത്യേക കസ്റ്റോഡിയന്മാരും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ട്. അവരെ ചുമതലപ്പെടുത്തിയതിന് ശേഷമാണ് ഓരോ സ്ഥലത്തും വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് പരിശോധിച്ച് കൊടുക്കേണ്ടത് റവന്യൂ വകുപ്പാണ്. അത് ഒരു സംഘടന കൊടുത്ത സാധനമല്ല. അരിയാണെങ്കിലും മറ്റെന്തെങ്കിലും സാധനം ആണെങ്കിലും ഏത് സംഘടന കൊടുത്താലും അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ചീത്തയാകും. അത് പരിശോധിച്ച് ഡിവൈഎഫ്ഐക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാം, അല്ലെങ്കിൽ CPM അങ്ങനെ വ്യാഖ്യാനിക്കാം. CPM അടക്കം കൊടുത്ത സാധനങ്ങൾ ചീത്തയായിട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. റവന്യൂ വകുപ്പാണ് അതിൽ നടപടി എടുക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സോണിയാഗാന്ധിയുടെ പണം വെച്ച് ഞങ്ങൾ കൊടുക്കുന്നേ.
സോണിയാഗാന്ധിയുടെ പടം വെച്ച് ഞങ്ങൾ കൊടുക്കും, രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് തെരഞ്ഞെടുപ്പിന് കൊടുക്കാൻ റൈറ്റ് ഇല്ലെന്നേ. പ്രിയങ്ക ഗാന്ധിയുടെ പടം വെച്ച് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കൊടുക്കാൻ റൈറ്റ് ഇല്ലെന്നേ. കൊടുക്കുന്നത് വയനാട് ദുരന്ത തെരഞ്ഞെടുപ്പ് കാലത്ത് വയനാട് ദുരന്ത സമയത്താണ്. ആ ദുരന്ത സമയത്ത് കൊടുത്ത സാധനം കസ്റ്റഡിയിൽ വെച്ചിട്ട് അത് ചീത്തയായി കഴിഞ്ഞ് വിതരണം ചെയ്ത റവന്യൂ വകുപ്പ് മന്ത്രിയും ഈ ഗവൺമെന്റുമാണ് ഞാൻ പറയുന്നത് കൈപ്പത്തി ചിഹ്നം വെച്ച് രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഫോട്ടോ വെച്ച് വോട്ടിന് വേണ്ടി കിറ്റ് കൊടുക്കുന്നതിനെ ന്യായീകരിക്കാണോ അനിൽ ബോസ്? കോൺഗ്രസ് ബുദ്ധിമുട്ടിലാവും. കോൺഗ്രസിനെ വെട്ടിലാക്കുന്ന വാദമാണത്. അത് ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് അത് വേറെ അത് അന്വേഷിക്കുകയാണ്. അത് വിജിലൻസ് അന്വേഷിക്കുകയാണ്. അത് തന്നെയാണ് അതിനകത്ത് തർക്കമൊന്നും അല്ല. സജീഷ്, ഇത് രണ്ടും ഒന്നാണോ? അത് ഒരു കാര്യം ആലോചിച്ചോളൂ. ഒരു പഞ്ചായത്ത് വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയല്ല വിതരണം ചെയ്യുന്നത്. ഒരു പഞ്ചായത്ത് ഒരു കാര്യം അനിൽ ബോസ് ഈ ചർച്ചയിലെ വസ്തുതകൾ ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞോളൂ. ഒന്ന്, രണ്ട് കാര്യങ്ങളാണ്. കോൺഗ്രസ് ഭരിക്കുന്ന മേപ്പാടി പഞ്ചായത്ത് അവിടെ കൊടുത്തുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങൾ പൂഴ്ത്തിവെച്ച് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുപോയി അത് കേടായി എന്നുള്ള പ്രശ്നം നിങ്ങൾ ഭരിക്കുന്ന മറ്റു പഞ്ചായത്തിൽ പോലും പ്രശ്നമില്ല. കാരണം അവിടെ നിങ്ങളുടെ കുതന്ത്രമാണ് ജനങ്ങൾക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാൻ ഇടയായിട്ടുള്ളത് എന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമുള്ള ഒരു കാര്യം. ഒന്നത്. രണ്ടാമത്തേത്, പ്രിയങ്കയുടെയും സോണിയാഗാന്ധിയുടെയും അതുപോലെ തന്നെ രാഹുലിന്റെയും എല്ലാം ചിത്രവും കൈപ്പത്തിയും പതിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കള്ളപ്പണം വിതരണം ചെയ്യുന്നത് പോലെ തന്നെ ഭക്ഷ്യ കിറ്റുകൾ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നത് നിങ്ങളുടെ നേതാവിന്റെ വീട്ടിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു എന്നതാണ് രണ്ടാമത്തെ വിഷയം. ഇത് രണ്ടും ഒന്നായി ചേർക്കരുത് എന്നുള്ളതാണ് താങ്കളോട് പറയാനുള്ളത്. ഇത് രണ്ടും ഒന്നായി ചേർക്കുന്ന ഞാൻ ആ പോയിന്റിൽ ഇടപെടുന്നു. ഞാൻ ആ പോയിന്റിൽ ഇടപെടുന്നു. നമ്മുടെ സമയം തീരുന്നു. രണ്ടും രണ്ട് തന്നെയാണ്. വസ്തുതാപരമായ ഒരു പിശകുമായി ചർച്ചയിലേക്ക് പോകരുതെന്നുള്ളതുകൊണ്ടാണ്. സജീഷ്, നമ്മുടെ സമയം അവസാനിക്കുന്നുകൊണ്ടാണ് ശ്രീ അനിൽ ബോസ്, സജീഷ്, അതുപോലെ തന്നെ ഷജി രാഘവൻ വളരെയധികം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്. അതിശക്തമായ പ്രചാരണം, ആ വിഷയങ്ങൾ ഓരോന്നും വോട്ടർമാരെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശദീകരണങ്ങളാണ് നമ്മൾ ഈ ചർച്ചയിൽ ഇവരിൽ നിന്ന് ഉയർന്നു കേട്ടത്. ഏതായാലും നാളെ ചേലക്കരയും വയനാടും പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. പാലക്കാട് പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ ആവേശകരമായി മുന്നോട്ട് പോകുന്നു.